സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരു ഓഫീസിൽ നടന്ന ചെറിയൊരു സംഭവം. അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, ആദരവോടെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിനും വലിയ പ്രാധാന്യം നൽകും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വിരമിച്ചു. ഒരിക്കൽ അതേ ഓഫീസിൽ ഒരു ആവശ്യത്തിനായി വന്നപ്പോൾ പലരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. ചിലർ തിരക്കിലായിരുന്നു, ചിലർക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞു. താൻ അനുഭവിച്ച ബഹുമാനത്തിൻ്റെ ഒരു ഭാഗം വ്യക്തിയോടുള്ളതായിരുന്നില്ല, അത് തൻ്റെ സ്ഥാനത്തോടുള്ളതായിരുന്നു. സ്ഥാനം മാറിയപ്പോൾ ആ ബഹുമാനവും മാറി. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ഒരു വ്യക്തിയുടെ പദവിയെയും അധികാരത്തെയും ബഹുമാനത്തേക്കാൾ വലിയ കാര്യമായി കാണുന്നു. അതുകൊണ്ട് ചിലരെ അവരുടെ കസേരയുടെ ഉയരം നോക്കി ബഹുമാനിക്കുന്നു, ചിലരെ അവരുടെ സമ്പത്ത് നോക്കി, ചിലരെ അവരുടെ സ്വാധീനം നോക്കി. പക്ഷേ യഥാർത്ഥ ബഹുമാനം അവിടെ ജനിക്കുന്നില്ല. യഥാർത്ഥ ബഹുമാനം ജനിക്കുന്നത് മനുഷ്യനോടാണ്, അവൻ്റെ സ്വഭാവത്തോടാണ്, അവൻ്റെ പെരുമാറ്റത്തോടാണ്, അവൻ്റെ മൂല്യങ്ങളോടാണ്. ഒരു കസേരയ്ക്ക് അധികാരം നൽകാൻ കഴിയും, പക്ഷേ ആദരവ് നൽകാൻ കഴിയില്ല. ഒരു പദവിക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും, പക്ഷേ ഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയില്ല. ആളുകളെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കാം, പക്ഷെ ബഹുമാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ബഹുമാനം ഒരിക്കലും നിർബന്ധിച്ച് നേടാൻ കഴിയുന്ന ഒന്നല്ല, അത് സമ്പാദിക്കേണ്ട ഒന്നാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിവിധ സ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്നൊരു മാനേജരായിരിക്കാം, നാളെ ഒരു ജീവനക്കാരനായിരിക്കാം, ഇന്ന് ഒരു അധ്യാപകനായിരിക്കാം, നാളെ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ഇന്നൊരു നേതാവായിരിക്കാം, നാളെ ഒരു അനുയായി ആയിരിക്കാം. സ്ഥാനങ്ങൾ മാറും, അധികാരങ്ങൾ മാറും, പക്ഷെ ഒരു കാര്യം മാത്രം നിലനിൽക്കും: നമ്മൾ മനുഷ്യരോട് എങ്ങനെ പെരുമാറി എന്ന ഓർമ്മ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സ്വാധീനമുള്ള ചില ആളുകൾക്ക് വലിയ സ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർ മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേട്ടു. അവർക്ക് താഴെ ജോലി ചെയ്യുന്നവരോട് മാന്യത കാണിച്ചു. അവർ ചെറിയ ആളുകളെ ചെറുതായി കണ്ടില്ല. അവരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർക്ക് വിലയുള്ളവരാണെന്ന തോന്നൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ അവരെ ബഹുമാനിച്ചത്. അവരുടെ പദവിയെയല്ല, അവരുടെ വ്യക്തിത്വത്തെ. ബഹുമാനത്തെക്കുറിച്ച് മറ്റൊരു വലിയ സത്യമുണ്ട്: ബഹുമാനം ഒരു ഏകപക്ഷീയമായ ഇടപാടല്ല, അത് പരസ്പര പൂരകമാണ്. നമ്മൾ വിതയ്ക്കുന്നതാണ് പലപ്പോഴും തിരികെ ലഭിക്കുന്നത്. അപമാനം വിതച്ചാൽ അകൽച്ച ലഭിക്കും, അഹങ്കാരം വിതച്ചാൽ പ്രതിരോധം ലഭിക്കും. പക്ഷെ ബഹുമാനം വിതച്ചാൽ വിശ്വാസം ലഭിക്കും, മാന്യത വിതച്ചാൽ സ്നേഹം ലഭിക്കും, ആദരവ് വിതച്ചാൽ ആദരവ് തിരികെ വരും. ഇന്ന് നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കാം: നമ്മൾ ബഹുമാനിക്കുന്നത് ആളുകളെയാണോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളെയോ? ഒരു വ്യക്തിയുടെ പദവിയും സമ്പത്തും സ്വാധീനവും എല്ലാം എടുത്തു കളഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് ഇപ്പോഴും അതേ ബഹുമാനമുണ്ടാകുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ അത് യഥാർത്ഥ ബഹുമാനമാണ്. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ പാഠമുണ്ട്: സ്ഥാനം ആളുകളെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയേക്കാം, പക്ഷെ വ്യക്തിത്വം മാത്രമാണ് ആളുകളെ നിങ്ങളുടെ കൂടെ നിർത്തുക. അതുകൊണ്ട് സ്ഥാനത്തേക്കാൾ വ്യക്തികളെ ബഹുമാനിക്കാം, അധികാരത്തേക്കാൾ മാനവികതയെ വിലമതിക്കാം. കാരണം ബഹുമാനം ചോദിച്ചു വാങ്ങാൻ കഴിയില്ല, അത് കൊടുക്കുമ്പോഴാണ് തിരികെ ലഭിക്കുന്നത്. ബഹുമാനം പരസ്പര പൂരകമാണ്, കൊടുത്താലേ അത് തിരിച്ചു കിട്ടൂ. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.